നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ ഒരു ബൈയിങ് കാരണം നിഫ്റ്റി ഇന്നലെ 24,250 മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സെല്ലിംഗ് പ്രഷർ കുറവായിരുന്നു. അവർ ഇന്നലെ 238 കോടി രൂപ മാത്രമാണ് സെല്ല് ചെയ്തിട്ടുള്ളൂ. ബൈയിങ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3,589 കോടി രൂപയുടെ ബൈയിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റ് വളരെ വലിയ രീതിയിലുള്ളൊരു പോസിറ്റീവായിരുന്നു. US മാർക്കറ്റ് മിക്സ്ഡ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 95,000, ബ്രന്റ് ഓയിൽ താഴെ 71, തൊട്ട് താഴെ ഗോൾഡ് 2,642. ഇന്ത്യ വിക്സ് ഇന്നലെ നമ്മൾ കണ്ടിരുന്നു 2% സ്പൈക്ക് രേഖപ്പെടുത്തി 14.74 ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഫ്ലാറ്റാണ്. എന്നാൽ ജപ്പാൻ, ഓസ്ട്രേലിയ, കൊറിയ, ചൈന എല്ലാം തന്നെ പോസിറ്റീവാണ്. FTSE CSE 40 ഡാക്സ് അത് യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. US മാർക്കറ്റ് മിക്സ്ഡ് ആയിരുന്നു. ഡോ 128 പോയിൻ്റ് ഇടിഞ്ഞപ്പോൾ ടെക്നോളജി ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് 185 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തി. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ എല്ലാം തന്നെ പോസിറ്റീവാണ്. ഇൻഫോസിസും വിപ്രോ എല്ലാം തന്നെ പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്തു. HDFCയും ICICI ബാങ്കും ഫ്ലാറ്റായിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു നോർമൽ മാർക്കറ്റ് ദിവസം. ചൊവ്വാഴ്ച ദിവസം എക്സ്പയറി ഒന്നും ഇല്ലാത്തതുകൊണ്ട്, വീക്കിലി എക്സ്പയറി ഇല്ലാത്തതുകൊണ്ട് അതും നമുക്ക് ബാധകമല്ല. ഇനിയിപ്പോൾ നേരെ വ്യാഴാഴ്ച മാത്രമാണ് എക്സ്പയറി സംബന്ധിച്ചിട്ടുള്ള ഒരു വോളറ്റിലിറ്റി ഉണ്ടാകുക. മറ്റുള്ള ദിവസങ്ങൾ ഗ്ലോബൽ ക്യൂസുകളെല്ലാം തന്നെ ഫോളോ ചെയ്യപ്പെടും. ഏറ്റവും വലിയ ഇവൻ്റ് ഉള്ളത് വെള്ളിയാഴ്ച ദിവസം RBI ഇവിടെ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തുന്ന ഒരു തീരുമാനം എടുക്കുന്ന ദിവസമാണ്. അപ്പോൾ അന്ന് മാത്രമാണ് നമുക്കും ലോക്കൽ ക്യൂസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വ്യാഴാഴ്ച സ്വാഭാവികമായിട്ടുള്ള നിഫ്റ്റിയുടെ എക്സ്പയറി. ഇനിയിപ്പോൾ സെൻസെക്സിൻ്റെ എക്സ്പയറി ചൊവ്വാഴ്ചയിലേക്ക് മാറിയാൽ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയായിരിക്കും എക്സ്പയറി കാരണം ഉണ്ടാകുന്ന വോളറ്റിലിറ്റി. ഇപ്പോൾ മാർക്കറ്റിലെ വോളറ്റിലിറ്റി കുറയ്ക്കാനാകണം എക്സ്പയറീസ് എല്ലാം തന്നെ സെബി കുറച്ചിട്ടുള്ളത്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുമ്പോൾ BPCL കോൾ ഇന്ത്യയായിട്ട് ജോയിൻറ്റ് വെഞ്ചറായിട്ട് ഒരു പുതിയ ഒരു പ്രൊജക്റ്റ് ഗ്യാസിഫിക്കേഷൻ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. സിംപ്ലയുടെ പ്രൊമോട്ടേഴ്സ് 1.2% സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നുള്ള ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. സിംപ്ല ഇന്നലെ ഇടിഞ്ഞു. CN അഗ്രോ കമ്പനി UAEയുടെ ഭാഗത്തുനിന്ന് ഒരു ഓർഡർ കിട്ടി. KPE ഗ്രീൻ കമ്പനിക്ക് 1,311 കോടി രൂപയുടെ ഓർഡർ കോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കിട്ടി. ടോറൻ്റ് പവർ ഇവർ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ ഒരു ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. സോളാർ ഇൻഡസ്ട്രീസ് കമ്പനി ഇവർക്ക് ഡിഫൻസ് പ്രൊഡക്റ്റുകളെല്ലാം തന്നെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു എക്സ്പോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട് 2,000 കോടി രൂപയുടെ. സഫാരി ഇൻഡസ്ട്രീസ് കമ്പനി ലഗേജ് കമ്പനിയാണ്. സഫാരി VIP ഇൻഡസ്ട്രീസ് പോലെ. അപ്പോൾ അവരുടെ പുതിയൊരു ലഗേജ് മാനുഫാക്ചറിങ് പ്ലാന്റ് രാജസ്ഥാനിൽ അവർ തുടങ്ങി. മുത്തൂറ്റ് ക്യാപിറ്റൽ നോൺ കൺവെർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. പ്രൈക്കോൾ കമ്പനി ഇവരെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, ഇവർക്ക് ഒരു മൊഡ്യൂൾസ് പ്ലാസ്റ്റിക്കൽ മൊഡ്യൂൾസ് കമ്പോണൻ്റ് ഡിവിഷൻ സുന്ദരം ഓട്ടോ കമ്പോണൻറ്റിൻ്റെ ആ ഒരു ഡിവിഷൻ പ്രൈക്കോള് അക്യൂർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ്. പാർ ഡ്രഗ് ആൻഡ് കെമിക്കൽ കമ്പനി റിന്യൂവബിൾ ബിസിനസ്സിലേക്ക് അവർ കടന്നു വരികയാണ്. ഇൻഡിജിൻ കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പായിട്ടുള്ള കാർലൈസ് 2.9% സ്റ്റേക്ക് സെല്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. നസാറ നമുക്കറിയാം മൊബൈൽ ഗെയിമിംഗ് കമ്പനിയാണ്. ഇവർ 196 കോടി രൂപയ്ക്ക് ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ ഇഗേവ് ടെക്നോളജി കമ്പനിയെ സംബന്ധിച്ചുള്ള ഒരു ന്യൂസ് ഉള്ളത്, ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഒരു വിങ് CERSAI ഇവരുടെ ഭാഗത്തുനിന്ന് കമ്പനിക്ക് ഒരു ഓർഡർ കിട്ടി. 161 കോടി രൂപയുടെ ഓർഡർ. ഗോദാവരി ബയോ റിഫൈനറി കമ്പനി ഇവർ കാറ്റലിക്സ് ഇൻകായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. സോളാർ ഇൻഡസ്ട്രീസ് കമ്പനി 2,000 കോടി രൂപയുടെ ഓർഡർ കിട്ടി. അദ്വൈത് എനർജി കമ്പനി ഇവർക്ക് ഗുജറാത്ത് ഊർജ വികാസ് നിഗമത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്.
ഇൻഡോ റെമഡീസ് കമ്പനി, ഇവർ കാർലീസ് ഫാർമ UK-യിലുള്ള ഒരു കമ്പനിയായിട്ട് ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ മാർക്കറ്റ് സമയത്ത് ന്യൂസും മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. IPOയും മറ്റുള്ള ഡീറ്റെയിൽസും നമ്മുടെ ട്രേഡ് ബഡ്ഡി എന്ന് പറഞ്ഞ ടാബിലുണ്ട്. അതിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്യാം, ചെക്ക് ചെയ്യാം. എല്ലാവർക്കും വീണ്ടും ശുഭദിനം. താങ്ക് യു.